അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയ്ക്കിടെ വലിയൊരു പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാനെതിരെ ചൊവ്വാഴ്ച നടത്താൻ പദ്ധതിയിട്ടിരുന്ന വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ട്രംപ് അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന നേതാക്കളുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് ഈ തീരുമാനം എടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചത്. നിലവിൽ ഇറാനുമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ യുദ്ധ നടപടികൾ ഒഴിവാക്കണമെന്ന് ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ഖത്തർ അമീർ ഷെയ്ഖ് നമീൻ ബിൻ അഹമ്മദ് അൽ ഥാനി, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ ചേർന്നാണ് ട്രംപിനോട് നേരിട്ട് സംസാരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. മേഖലയിലെ സമാധാനം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഇപ്പോൾ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇവർ അമേരിക്കയെ അറിയിച്ചുവെന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് ട്രംപ് സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. ഇറാനെതിരെ ആസൂത്രണം ചെയ്തിരുന്ന ആക്രമണം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇത് സ്ഥിരമായ തീരുമാനമല്ല എന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്ക ഏത് സമയത്തും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പുതിയ സമാധാന കരാർ ഉണ്ടാക്കുന്ന പക്ഷം ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഉറപ്പാക്കാനാകുമെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. ഇവർ മികച്ച സഖ്യകക്ഷികളാണെന്നും മേഖലയിലെ സമാധാനത്തിനായി ഗൗരവത്തോടെ പ്രവർത്തിക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കൻ സൈന്യത്തിന് ട്രംപ് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സത്ത്, ജോയിന്റ് ചീഫ്സ് ചെയർമാൻ ജനറൽ ഡാനിയൽ കെയ്ൻ എന്നിവരുടെ നേതൃത്വത്തിൽ സൈന്യം പൂർണ്ണ ജാഗ്രതയെ തുടരണമെന്ന് നിർദ്ദേശമുണ്ട്. ചർച്ചയിൽ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ഉടൻ തന്നെ ആക്രമണം നടത്താൻ സൈന്യം തയ്യാറാകണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ മറ്റു രാജ്യങ്ങളും നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ സമാധാന ശ്രമങ്ങളിൽ സജീവമായി ഇടപെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ തയ്യാറാക്കിയ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴിയാണ് അമേരിക്കയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ആകെ 14 പ്രധാന നിർദ്ദേശങ്ങളാണ് ഇറാൻ സമർപ്പിച്ചതെന്നാണ് വിവരം. എന്നാൽ ഇതിലെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ സഹായത്തോടെയാണ് നിർദ്ദേശങ്ങൾ അമേരിക്കയിൽ എത്തിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിർദ്ദേശങ്ങളിലെ കാര്യങ്ങളെ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. വൈറ്റ് ഹൌസിന്റെ പ്രാഥമിക പ്രതികരണം അത്ര അനുകൂലമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ കാര്യമായ മാറ്റമോ പുരോഗതിയോ ഇല്ലെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ഉറപ്പുകളും ആവശ്യമാണെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ പറയുന്നത്. എന്നാലും സമാധാന ചർച്ചകൾ തുടരുന്നത് വലിയ ആശ്വാസമായാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. മധ്യപൂർവേഷ്യയിൽ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന ആശങ്ക കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് എണ്ണവില, അന്താരാഷ്ട്ര വ്യാപാരം, സുരക്ഷാ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഇത്തരം യുദ്ധം വലിയ ആഘാതമുണ്ടാക്കുമോ എന്നാണ് വിലയിരുത്തൽ. ചർച്ചകളിൽ പ്രധാന തർക്ക വിഷയമായി തുടരുന്നത് ഇറാന്റെ ആണവ പദ്ധതി തന്നെയാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സമാധാനപരമായ ആണവ പ്രവർത്തനങ്ങൾ നടത്താൻ ഇറാനെ അനുവദിക്കുന്ന കാര്യത്തിൽ അമേരിക്ക തയ്യാറാകണമെന്നാണ് സൂചനകൾ. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ അവകാശമാണിതെന്നും ഇതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുമാണ് ഇറാന്റെ നിലപാട്. ഇതിനു പുറമെ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളും ചർച്ചയിലെ പ്രധാന വിഷയമാണ്. ഉപരോധങ്ങൾ നീക്കണമെന്നും വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചിട്ടുള്ള ഇറാന്റെ സ്വത്തുക്കൾ തിരികെ നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. കൂടാതെ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഭാവിയിൽ അമേരിക്ക സൈനിക ആക്രമണം നടത്തില്ല എന്ന് ഉറപ്പ് നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടെ ഇറാൻ പ്രസിഡന്റ് പ്രതികരിക്കുകയും ചെയ്തു. അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് കീഴടങ്ങലല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ അവകാശങ്ങളും അഭിമാനവും സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ചർച്ചകളിൽ പങ്കെടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടില്ല എന്നും രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ ശക്തമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഈ ചർച്ചകളെ വലിയ ശ്രദ്ധയോടെയാണ് കാണുന്നത്. യുദ്ധം ഒഴിവാക്കി സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ചത് ആശ്വാസകരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.